വർക്കല നിയോജക മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി ജോയ് പ്രചരണ പരിപാടികൾക്ക് തുടക്കമിട്ടു. റോഡ് ഷോയുടെ തുടക്കം. ഇരുവട്ടം വിജയം കൊയ്ത സഖാവ് വീണ്ടും സമ്മതിദായകരുടെ മുന്നിലേക്ക്. തുടക്കത്തിലെ അതിവേഗത്തിലാണ് ഇടത് സ്ഥാനാർത്ഥി. സമയം കുറവാണ്. വർക്കലയുടെ മുക്കിലും മൂലയിലും സഹിതം എത്തണം. താൻ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പദ്ധതികളും ഇടത് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും വോട്ടായി മാറുമെന്ന ശുഭപ്രതീക്ഷയിലാണ് അഡ്വക്കേറ്റ് വി ജോയ്. രാവിലെ ഞങ്ങൾ തുടങ്ങി ഏതാണ്ടൊരു അവസാനത്തെ രീതിയിലേക്ക് എത്തുകയാണ്. പാർട്ടിയാണല്ലോ തീരുമാനിക്കുന്നത് സെക്രട്ടറി ആവണോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ എന്നുള്ളത്. തീരുമാനം നടപ്പിലാക്കുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. അത് പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ സീറ്റ് ലഭ്യമാവുക എന്നുള്ള പാർട്ടിയുടെ തീരുമാനമുണ്ട്. അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ 10 വർഷക്കാലം സമാനതകളില്ലാത്ത വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാളുകളായിരുന്നു. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കേരളത്തിലെ മന്ത്രിമാരെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാനോ അത് തെളിയിക്കാനോ UDFന് സാധിച്ചിട്ടില്ല, BJPക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് 8 മന്ത്രിമാർക്കെതിരായിട്ടാണ് അഴിമതി ആരോപണവും അതുമായി ബന്ധപ്പെട്ട കേസും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നത്. ഒരു മന്ത്രിക്കെതിരെ ഒരു വരി നിയമസഭയിൽ പറയാനുള്ള ആർജവം അവർക്കില്ലായിരുന്നു. കാരണം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് മന്ത്രിമാരെക്കുറിച്ചാണെങ്കിലും ഗവൺമെൻറ്റിനെ കുറിച്ചാണെങ്കിലും ഒരിക്കൽ പോലും അവർക്ക് ഒന്നും പറയാനില്ല. അത് നാട്ടിലെ ജനങ്ങൾക്കറിയാം. 14 സീറ്റും നേടുന്നതിനാവശ്യമുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങളിപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ജില്ലയിലെ എല്ലാ സീറ്റുകളും ജയിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കുകയാണ്.